തൃശൂർ പാലപ്പിള്ളി എലിക്കോട് മാലിന്യക്കുഴിയിൽ വീണ് കാട്ടാനക്കുട്ടി ചരിഞ്ഞു. വനംവകുപ്പും പോലീസും നാട്ടുകാരും ചേർന്ന് കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കാൻ മണിക്കൂറുകൾ ശ്രമിച്ചെങ്കിലും അവയെല്ലാം വിഫലമായി. പാലപ്പിള്ളി റിസർവ് ഫോറസ്റ്റിൽ എത്തിച്ച കുട്ടിയാനയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. എലിക്കോട് ആദിവാസി നഗറിനു സമീപം മൊയ്തീൻകുട്ടിയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലെ കുഴിയിലാണ് ആനക്കുട്ടി വീണത്. കൂട്ടമായി എത്തിയ ആനകൾക്കൊപ്പം സഞ്ചരിച്ച കുട്ടിയാന സ്ലാബ് തകർന്ന് കുഴിയിൽ വീഴുകയായിരുന്നു. പുലർച്ചെ കുഴിയിൽ വീണ കുട്ടിയാനയ്ക്കൊപ്പം മറ്റാനകൾ നിലയുറപ്പിച്ചെങ്കിലും നേരം പുലർന്നതോടെ ഇവ കാടുകയറി. കുട്ടിയാനയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് വിവരം വനം വകുപ്പിനെ അറിയിച്ചത്. രാവിലെ 8 മണിയോടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. JCB അടക്കം എത്തിച്ച് മാലിന്യക്കുഴി വലുതാക്കി ആനയെ പുറത്തെടുക്കാൻ ശ്രമം നടത്തി. ഈ സമയം അത്രയും ആന ഉദ്യോഗസ്ഥരും നാട്ടുകാരും നടത്തിയ ശ്രമങ്ങളോട് സഹകരിച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ചെളിയിൽ പൂണ്ടുപോയ ആനയുടെ കാലുകൾ മണ്ണുമാന്തി പുറത്തെടുത്തു. എന്നാൽ വീഴ്ചയിൽ മലർന്നുകിടന്നിരുന്ന ആനയ്ക്ക് എഴുന്നേൽക്കാനായില്ല. ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ശ്രമം തുടർന്നെങ്കിലും 11:45 ആന ചെരിഞ്ഞു. ഫോറസ്റ്റ് വെറ്റിനറി സർജൻമാരായ ഡോക്ടർ ഡേവിഡ് എബ്രഹാം, ഡോക്ടർ മിഥുൻ OV, ഡോക്ടർ സുശീൽ കുമാർ B എന്നിവർ ചേർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. വീഴ്ചയിൽ കഴുത്തിന് പരിക്കേറ്റതും ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമുണ്ടായതുമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് മലയാളം, തൃശൂർ.